ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന ഗതാഗത മന്ത്രിയുടെ വാദം തെറ്റെന്ന് KSRTC റിപ്പോർട്ട്. ഈ ബസ് ലാഭത്തിലാണെന്ന KSRTC പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാകുന്നു. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ലാഭം 288.91 ലക്ഷം രൂപയാണ്. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, നേരത്തെ CPIM തന്നെ ഇത്തരത്തിൽ ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തെ തള്ളിയിരുന്നു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന വാദം തള്ളിയിരുന്നു. ഇപ്പോൾ KSRTCയുടെ റിപ്പോർട്ടും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിനീത, ഇടത് സർക്കാരിന്റെ പൊതുനിലപാടിന്റെ ഭാഗമായാണ് ഈ ബസ് പ്രോത്സാഹിപ്പിക്കാനുള്ള തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാനത്ത് അതിന്റെ പരീക്ഷണമായി ഈ ബസ്സുകൾ ഇറക്കിയത്. ഈ ബസ്സുകൾ വലിയ തോതിൽ ലാഭത്തിലാണെന്ന് ഉള്ള കണക്കുകളാണ് ഇപ്പോൾ KSRTC പുറത്തുവിടുന്നത്. ഏതാണ്ട് പുതുതായി ഇനിയും 55ഓളം ബസ്സുകൾ വരാനിരിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഈ ബസ്സുകൾ നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇനി ഈ ബസ്സുകൾ വാങ്ങേണ്ടതില്ല എന്ന ഒരു പരസ്യ പ്രസ്താവന നടത്തി. അതിനെതിരെ LDF CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം വിമർശനവുമായി രംഗത്ത് വന്നു. അതെല്ലാം നിലപാട് എന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. പക്ഷേ മന്ത്രിയെ പൂർണ്ണമായും തള്ളുന്ന തരത്തിലുള്ള കണക്കുകളാണ് KSRTC ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെതായി പുറത്തു വരുന്നത്. ആ കണക്കിൽ ഏതാണ്ട് 2.88 കോടിയാണ് കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഡിസംബർ വരെ കഴിഞ്ഞ വർഷം KSRTC ഈ ബസ്സിനുണ്ടായ ലാഭം. മാത്രവുമല്ല, പ്രതിദിന ചെലവ് ഏതാണ്ട് കിലോമീറ്ററിന് 28 രൂപയാണ് വരുന്നത്. അതിൽ 8 രൂപയിൽ കൂടുതൽ 8 രൂപ 49 പൈസയോളം ഒരു കിലോമീറ്ററിൽ KSRTC ഈ ബസ്സിന് ലാഭമാണെന്ന് ഈ സ്വിഫ്റ്റിൻ്റെ കണക്കുകളിലൂടെ വ്യക്തമാകുന്നു. ആ സാഹചര്യത്തിൽ ഇത് ബസ് നഷ്ടമാണെന്ന മന്ത്രിയുടെ വാദം പൂർണ്ണമായും പൊളിയുകയാണ് ഈ കണക്ക് പുറത്തു വരുന്നതോടെ. ഏതായാലും ബസ്സുകൾ വാങ്ങാനുള്ള തീരുമാനത്തിൽ സർക്കാർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ മാറ്റമില്ല. ഇനി ഗതാഗത മന്ത്രി ഈ കാര്യത്തിലുള്ള പ്രതികരണം വേണം. അദ്ദേഹം തൽക്കാലത്തേക്ക് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണത്തിനടക്കം മറുപടി നൽകാൻ ഇതുവരെ ഗതാഗത മന്ത്രി തയ്യാറായിട്ടുമില്ല. ശരി, ഈ ബസ്സുകൾ ലാഭത്തിലാണെന്ന കണക്കുകളാണ് KSRTCയും പുറത്തുവിടുന്നത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.